ഞങ്ങളിപ്പോൾ ഉള്ളത് സൈനൂസിലാണ്. നമ്മുടെ നജീബിക്കയുടെ അടുത്താണ്. നോക്കൂ, അങ്ങനെ ഞങ്ങള് 4 പേര് ഇവിടെ കുനിഞ്ഞു നിൽക്കുകയാണ്. അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അതായത് അടുത്ത ഏപ്രിലിൽ ഞങ്ങൾ യാത്ര പോവാണ് യൂറോപ്പിന്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വണ്ടികളൊക്കെ പല സ്ഥലത്ത് പണിയുന്നുണ്ട്, അവിടെ പോകണം. അതുകൂടാതെ നമ്മുടെ പ്രതീക്ഷേട്ടൻ ഭാരത് ബെൻസ് എടുത്തിട്ടുണ്ട്, പുള്ളിയുടെ ഭാരത് ബെൻസ് കാണണം. അതുകൂടാതെ ഇന്ന് സൈനൂസിന്ന് ഒരു ഭാരത് ബെൻസ് മെഴ്സിഡീസ് ബെൻസിന്റെ ആസ്ട്ര സെറ്റപ്പിൽ പണിത് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്, അത് കാണണം. അതുകൂടാതെ ഞങ്ങൾക്ക് 2-3 സ്ഥലത്തോട്ട് പോകണം. ഇങ്ങനെയൊക്കെയാണ് പരിപാടി. നമ്മുടെ പ്രതീക്ഷയോട് നമുക്ക് സമ്മാനം കൊണ്ട് തന്നിട്ടുണ്ട്. തൃശ്ശൂരിന്ന് പ്രതീക്ഷയോട്ടം കൊണ്ടുവന്നാണ് ഈ കാണുന്ന സാധനം. ഞങ്ങളുടെ വണ്ടിയിൽ കള്ള തുരപ്പനുണ്ട്, വണ്ടിക്ക് വളരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അപ്പൊ അവനെ പിടിക്കാൻ വേണ്ടിയാണ് പ്രതീക്ഷയോട്ടൻ ഈ കാണുന്ന ആ സാധനം കൊണ്ടു തന്നിരിക്കുന്നത്. ഞാൻ പിടിക്കും, കുലുങ്ങും ക്യാമറ, കുലുങ്ങും. ഗൈസ് നോക്കൂ, ഇത് തുരപ്പിനെ പിടിക്കാനുള്ള സെറ്റപ്പാണ്. ആദ്യം പ്രതീക്ഷയുടെ വണ്ടി കാണോ ആസ്ട്രോ കാണോ? ഇന്നലെ വലിയൊരു കോമഡി ഉണ്ട്. ഇന്നലെ ഞങ്ങളുടെ കസിൻസിന്റെ അടുത്ത് ചങ്ങനാശ്ശേരി വെട്ടിത്തുരുത്തി പോയി കഴിഞ്ഞപ്പം നജീബൊക്കെ ഉണ്ടോ ഇങ്ങനെ, ഹലോ ഗായ്സ്, ഇത് ഈ ബുൾജെറ്റിന്റെ പുതിയ കൃഷിയാണ് ഗായ്സ്, ഇവര് ഫ്രഷ് വെജിറ്റബിള് പിന്നെ ഉണ്ടാക്കുന്നുള്ളൂ ഗായ്സ് എന്ന് പറഞ്ഞിട്ട് എന്താണെന്നറിയാമോ, അവിടുത്തെ ഒരു പയറെടുത്ത് ഒറ്റക്കടി. അപ്പൊ ഞങ്ങളുടെ ആന്റി വന്നിട്ട് പറഞ്ഞു, മോനെ അത് തിന്നല്ലേ, അത് വിഷം അടിച്ചാണ്. പിന്നെ അതായത് വേറൊരു കേസ് പ്രതീക്ഷ, ഇത് വെച്ചിട്ടുണ്ടല്ലേ ഇത് ചത്തുപോകും, നമുക്ക് ചാകില്ല, പശല ഒട്ടി നിൽക്കണം. വണ്ടിയുടെ കുടിയും കിടന്നു ഭയങ്കര മണമായിരിക്കും. ഒരു കാര്യം ചെയ്യാം, തുള്ളി വെച്ചിട്ട് എല്ലാരും മനസ്സിലാക്കണം, പ്രതീക്ഷ വണ്ടി മേടിച്ചിട്ട് വലിയ കൊണാണ്ടറായിട്ടല്ല ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചാക്കുന്നത്. കണ്ണിന് പ്രശ്നമുണ്ട്, കണ്ണ് ചീഞ്ഞു പഴുത്തിരിക്കും കേട്ടോ, അതുകൊണ്ടാണ്. പറയാൻ പാടില്ല, അങ്ങനെ കുഴപ്പമുണ്ടായിട്ടല്ല. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇക്ക പറഞ്ഞു ഭാരത് ബെൻസിന്റെ മുതലാളിമാരുടെ കൂടെ വരുമ്പോൾ അതിന്റെ സ്റ്റാൻഡേർഡിൽ വരണം, അല്ലാണ്ട് തൊലിഞ്ഞ ട്രൗസർ ഇതൊന്നും ഇട്ടിട്ട് വരരുത്. സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഇനിയുണ്ടല്ലോ നമ്മുടെ വണ്ടിയിലേക്ക് വരാൻ നേരത്തെ നമ്മുടെ വണ്ടിയുടെ ഒരു 4-5 ലോക്ക്, അതായത് കണ്ടോ ഈ കാണുന്ന ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇവിടെ ഈ കാണുന്ന ഫ്രണ്ട് ഇടിച്ച് പൊളിഞ്ഞു പോയതായിരുന്നു, അത് ശരിയാക്കി. അതിനുശേഷം അവിടുത്തെ കുറച്ച് പരിപാടി സംഭവങ്ങളുണ്ട്, അത് ഏകദേശം പരിപാടി കഴിഞ്ഞു. ഇനി അതിൻ്റെ കൂടെ പരിപാടി ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇത് കണ്ടോ, ഇവിടെ നമ്മുടെ അന്ന് പൊട്ടിയ സംഭവം അതൊക്കെ നജീബൊക്കെ ശരിയാക്കി തന്നു. ഇനി ഈ കാണുന്ന 2 ലോക്കും പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന ലോക്കില്ല, അതായത് കൊമ്പിന്റെ ഈ കമ്പും സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് തന്നു. അതിനാ അല്ലേ ഇല്ല. പിന്നെ സത്യമായ കാര്യം ഇത് കണ്ട, ഈ 2 ലോക്കിനോട് പരിപാടി ഞങ്ങളുടെ വണ്ടിയുടെ പരിപാടി ഇതിന്റെ കഴിഞ്ഞു. ഇതിപ്പോൾ പണി എടുക്കുന്നില്ല തീരുമാനിച്ചു, കാരണം പണി എടുക്കുന്ന വേസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് പണി എടുക്കണ്ട, അല്ല അതുകൊണ്ട് വീട്ടിൽ ഇട്ടാക്കാം അല്ലേ, താൽക്കാലികം വേണ്ടല്ലോ. പിന്നെ അടുത്ത യാത്ര ഉണ്ടല്ലോ, പണി നേരിക്കും കുറച്ചും കൂടെ നല്ലൊരു തീരുമാനം. യൂറോപ്പിൽ പോകുമ്പോ എലിക്കും കൂടെ കൊണ്ടുപോകണല്ലോ, ഒരു പാസ്പോർട്ടും കൂടെ എടുക്കണ്ടേ, പിടിച്ചു കഴിഞ്ഞാൽ പണിയാ അല്ലേ. അനധികൃതമായി എലീനെ കൊണ്ടുവന്ന് പറഞ്ഞു. ഗൈസ് നോക്കൂ, അതായത് ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇരുമ്പനത്തിന് പോകും, പ്രിൻസേൻ്റെ അടുത്ത്. അതായത് നമ്മുടെ യൂറോപ്പിന് യാത്രയ്ക്ക് വേണ്ടി കൊണ്ടുള്ള വണ്ടി അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നാളെ ഇതിന് AC വെക്കണം. ഇതിന്റെ ക്യാബിൽ AC കൂടെ വെച്ച് ഇതിന്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ AC വെക്കാനായിട്ട് ഇത് ഞങ്ങൾ പിന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എയർപോർട്ടിൻ്റെ അവിടെയാണ് നമ്മുടെ AC വെക്കുന്ന സ്ഥലമുള്ള. അപ്പോൾ അവിടെ അതിന്റെ പരിപാടി കഴിഞ്ഞാൽ അത് എയർപോർട്ട് പോകുന്ന വഴിക്ക് എയർപോർട്ടിൽ പോയിട്ടുണ്ട്, അത് കിയാലുകാർ കൊണ്ടുപോകും. പിന്നെ അതേ സമയത്ത് തന്നെ വേറൊരു സംഭവം, നമ്മുടെ സഫാരി പണിയുന്നുണ്ട്, അവിടെ കൂടെ പോകണം. അത്ര പരിപാടിയുള്ളൂ. കമാൻ ഇനിയിപ്പോൾ വെയിലത്തൊന്നും മാറണം, വലിയ മുതലാളിമാർക്കൊന്നും വെയിലത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് നോക്കിയേ, ഇതാണ് പ്രതീക്ഷയുടെ ഭാരത് ബെൻസ് അപ്രോക്സിമേറ്റ് കുറേ ടയറുകളുള്ള വണ്ടിയാണ് പുള്ളി മേടിച്ചിരിക്കുന്നത്. അത് ഗൈസ് നോക്കും, അതായത് പുള്ളി കുറേ ടയറുള്ള വണ്ടികളാണ് മേടിച്ചിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് എത്ര ടയർ ഉണ്ട്? ടയർ 2, 4, 6, 8, 13 ടയറുള്ള വണ്ടിയാണ് പ്രതീക്ഷയുടെ മേടിച്ചിരിക്കുന്നത്. ഏതാണ്ട് എല്ലാവരോടും പുള്ളി പറഞ്ഞിരിക്കുന്ന ഈ വണ്ടി 13 ലക്ഷം രൂപയ്ക്ക് മേടിച്ചതാണ്. സത്യം ഞാൻ പറയാം, 6 ലക്ഷം രൂപ. ആയിക്കോട്ടെ, അവന് സന്തോഷം ആർക്കും കൊടുക്കണ്ടേ. അല്ല, ഞാൻ ഇവന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യത്തിലും ഞാൻ വേണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞു വണ്ടി എടുത്തോ എന്നെ ഇങ്ങോട്ട് പിന്നെ നജീബ് കാർഡ് എടുത്തിട്ടോ എന്ന് പറഞ്ഞു.
അങ്ങനെ പ്രതീക്ഷയായിട്ടും നമ്മളെല്ലാം കൂടെ നജീബ് അല്ല ഇപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ പുറത്ത് പണിയെടുക്കും. ഞാൻ പറഞ്ഞു പാണ്ട് എന്തിനാ ഊരുന്നേ? അപ്പൊ മറ്റേ പുള്ളിക്കാരനാകുമ്പോ നിക്കറ ഊരുവോളൂ ഞങ്ങൾ പറഞ്ഞു. ഇതിന് എന്ത് സാധനം മേടിച്ചാലും ഉണ്ടല്ലോ വില കുറച്ച് പറഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര സന്തോഷം. ആ ഒരു സന്തോഷത്തിന് വേണ്ടി പുള്ളിക്ക് ഇനി വണ്ടി പിന്നെ 2013 മോഡൽ ഭാരത് ബെൻസ് ആയിരുന്നു പുള്ളി എടുത്തത്. അത് 2016 മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. 2024 മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഞങ്ങൾ കയറി പോകുന്നതനുസരിച്ച് ലിവിന് ഇറങ്ങി ലിവിനങ്ങ് എത്തിയിട്ടോ. അപ്പം വണ്ടിയുടെ പരിപാടിയും കാര്യങ്ങളോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പ്രതീക്ഷയുടെ വണ്ടി. ഇങ്ങനെ അല്ലായിരുന്നു ഈ വണ്ടി. അതായത് 2013 മോഡൽ വണ്ടി തരുമ്പോ ഇപ്പൊ ഇവിടെ വന്നിട്ട് പുള്ളിക്കാരൻ എന്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ മാറ്റി അടുത്ത് നമ്മളെ പോലെ കൂടുതൽ ലൈറ്റുകൾ കയറ്റണമെന്നാണ്. ലൈറ്റ് അല്ല, വണ്ടി പുള്ളി ഒരു പിന്നെ നല്ല രീതിയിലൊക്കെ എങ്ങനെയൊക്കെ അതിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി പറഞ്ഞു കൊടുത്തേ. ഇത് വിശദമായിട്ടാണ് വിശദമായിട്ട് തന്നെ കീച്ചിക്കോ സിനിമയിൽ അഭിനയിച്ചുള്ള ക്യാമറ നോക്കാതെ പറയേണ്ടി വരും. പറഞ്ഞോ. പിന്നെ എന്താ സംഭവം വെച്ചാണല്ല എന്ന് വെച്ചാൽ നമ്മള് ഫുള്ള് 2024 മോഡലിലേക്കാണ് ഈ വണ്ടി മാറ്റുന്നത്. ബോണറ്റ് മാറണം, സൈഡിലിരുന്ന കവള് മാറണം, ഗ്രില്ല് മാറണം, സൈഡില് സ്കേർട്ട് കയറണം, അതുമായി ബന്ധപ്പെട്ട ഹെഡ്ലൈറ്റ് ഇതെല്ലാം മാറി വണ്ടി കാണുന്നു. ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ മാറിയിട്ടാ. പിന്നെ അതിന്റെ മേളിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ഞങ്ങൾ ചെയ്തു വരണേ ഉള്ളൂ ഐഡിയകളോട് ചെയ്യാനായിട്ട്. അപ്പൊ ഇതിങ്ങനെ ആ രീതിയിലേക്ക് സെറ്റപ്പ് ആയിട്ടാണ് നമ്മുടെ വണ്ടി. അപ്പൊ വണ്ടിയെ മൊത്തം മാറ്റുവാണ്. ഫുള്ള് പറഞ്ഞിട്ടുള്ള എത്ര കാലം കൊണ്ട് പറഞ്ഞു പഠിക്കാന്നറിയോ? നിലവിൽ അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് പ്രമാണിച്ചാണ് നമ്മൾ ഈ കെണ്ണടുത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനിടയ്ക്ക് വലിയൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രതീക്ഷേട്ടൻ ഈ വണ്ടി എടുത്തിട്ട് പ്രതീക്ഷേട്ടൻ കുറെ പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പം പ്രതീക്ഷേട്ടൻ ഇനിയിപ്പം മൊത്തത്തിൽ ഓൾ ഇന്ത്യ ട്രിപ്പ് വണ്ടി കൊണ്ട് പോകാനുള്ള പരിപാടി പ്ലാനിങ് ഒക്കെയാണ്. ഇതിന് ഇനി AC വർക്ക് ഉണ്ടോ? എവിടെയാണ് ചെയ്യുന്നത്? ഞങ്ങൾ ഇതിനടുത്താണോ? ഇവിടെ കൊണ്ടുതരും, ഫിറ്റ് ചെയ്ത് തരും. ഞാൻ പറഞ്ഞ ആളാണോ? ആളാവാൻ ചാൻസ് ഇല്ല. ആണോ? റേറ്റ് തന്നില്ല. ആണോ? റേറ്റ് തന്നിട്ടുണ്ട്. ആരെ കൺവീനിയൻസ് നമുക്ക് റേറ്റിന്റെ വെച്ച് കഴിഞ്ഞാൽ അല്ലേ? ഗൈസ് നോക്കൂ, അതാണ് വേറൊരു സംഭവം. ഇനി ഫ്രണ്ടിലേക്ക് വരുന്നത് ഇത് BS 24 മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, BS 6. പിന്നെ ഇതിന്റെ എന്നാടാ ഈ സാധനത്ത് പുള്ളിക്കാരൻ ഊരി മാറ്റി. ഈ സാധനം വേണ്ടെന്നാ പുള്ളിക്കാരൻ പറയുന്നത്. പുള്ളിക്കാരൻ ഓടിക്കും. അല്ലല്ല, സൂപ്പറാക്കി തരാന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മള്. ഏത് ഇതിന്റെ ഭാഗമൊക്കെ സൂപ്പറാക്കാൻ വേണ്ടി ഇതിലേക്ക് നമ്മൾ കമ്പി വെച്ച് വെൽഡ് ചെയ്യും. അടുത്ത് ഇങ്ങനെ പിടിച്ചു അല്ലേ? ഇനി ഇതിന്റെ ഉള്ളിലേക്ക് വരാൻ നേരത്ത് ഇത് നേരെ തുറക്കാൻ നേരത്ത് വണ്ടിയുടെ ഉള്ളിലൊക്കെ അത്യാവശ്യം പാച്ചും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ റെഡിയാക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുറെ ഇത് പുള്ളി എടുത്തിട്ട് അത്യാവശ്യം നല്ല പണി പണിതു, മെക്കാനിക്കലി പണിതു. പിന്നെ എല്ലാ ഭാഗവും ഇനിയിപ്പോ കയ്യെത്താത്തൊന്നുമില്ല. 4 പുത്തണ്ടായിരുന്നു കൊടുത്ത് സന്തോഷിച്ചോ. മാറാൻ ചെന്നപ്പോ 4നും എന്നാ പണി 4 മാറിയേക്കാ. ഇല്ല, ഇപ്പൊ ഒരെണ്ണ നമുക്ക് പുത്തണ്ടായിട്ട് തന്നിട്ടുണ്ട്. അതാണ് ഉള്ളിൽ കുത്തുണ്ടായിരുന്നു പൊളിഞ്ഞത്. അപ്പൊ അത് നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള നമ്മൾ പഴയതല്ല മേടിച്ചേക്കണം, ബ്രാൻഡ് ന്യൂ വണ്ടി ഒന്നല്ലോ. നോക്കൂ, പ്രതീക്ഷയുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ BS 6 ആക്കിയതിന്റെ സംവിധാനങ്ങളും കാര്യങ്ങളാണ് കാണുന്നത്. ഫ്രണ്ട് അടിച്ച് മാറ്റിയോ? അടിയിലെ ഗ്രില്ലും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ഇത് വെച്ചോണ്ടിരിക്കട്ടെ, സ്കേറ്റിങ്ങും സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ് ഇതിന്റെ പരിപാടി കഴിഞ്ഞു. ഇതിപ്പം ഇതിന്റെ വേറൊരു മോഡലിൽ പണിതിറക്കിയ വണ്ടിയെ ഇപ്പൊ കാണിച്ചു തരാട്ടോ. വേറൊരു മോഡല് അത് ആക്ട്രസ് മോഡലാണ് ഇപ്പൊ നമ്മൾ ഇറങ്ങിയത്. ഇപ്പൊ ഒരു വണ്ടി ഇറങ്ങിയേക്കണ അത് ആക്ട്രസ് മോഡൽ. അത് BS 3 തന്നെ ആ രീതിയിൽ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്തേക്കണം. ആണോ? ഉറപ്പായിരിക്കും. ഇല്ലെങ്കിൽ ഇക്കാര്യം നമ്മൾ ഇടിച്ച് പരിവാക്കി നിങ്ങൾ കൂടില്ലേ. ഞാൻ സമാധാനത്തിന്റെ ആളാണ്. ഇനി നമുക്ക് അടുത്ത വണ്ടിയാണ്. ഗൈസ് നോക്കൂ, എന്റെ ബസ് ഞാൻ ചിലപ്പം AC കയറ്റിയതിനു ശേഷം ഞാൻ കൊണ്ടുപോകും. ട്രാവലർ ആയിരിക്കും. അല്ല, വേറെ കേസ് കൂടി ഞാൻ പറയാം. അതായത് അതിന് ശേഷം ഇനി വരാൻ വേണ്ടി പോകുന്നു ഈ നാറിയാണ് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. നമ്മൾ അതിനനുസരിച്ച് അല്ല, വേറെ സംഭവം ഉണ്ട്. ഇന്നലെ ഞങ്ങൾ ഷൂട്ടിംഗ് ആയിരുന്നു. തീർന്നു വെച്ചാൽ അടിപൊളി ഷൂട്ടിംഗ് ആയിരുന്നു. ഇനി ഞാൻ വേറൊരു കേസ് പറയാം. അതായത് നമ്മളുണ്ടല്ലോ ബസ് ഇവിടുന്ന് കൊണ്ടുപോയി അടുത്ത ദിവസം തന്നെ ഇനി ട്രാവലറാണ് പണിയുന്നത്. ഞാൻ ക്യാമറ പിടിച്ചില്ല. ലിവിന് ഇപ്പൊ അടിച്ചും കെട്ടി
വീട് കേട്ടോ. ഗൈസ് നോക്കി, ഇനിയിപ്പോൾ നമ്മൾ ട്രാവലറാണ് പണിയുന്നത്. അപ്പോൾ ട്രാവലർ പണിയുന്നതുകൊണ്ട് അതുകൊണ്ടാണല്ലോ ട്രാവൽ ചെയ്യുന്നത്. അപ്പം പിന്നെ അത് പണിയുന്ന സ്ഥലത്തോട്ട് ഞാൻ പോവുകയാണ്. അവിടെ ചെന്ന് കാര്യങ്ങൾ നോക്കണം. കാരണം എത്രയും പെട്ടെന്ന് വണ്ടിയുടെ പരിപാടി തീർക്കണം. കാരണം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് അടുത്ത ദിവസം തന്നെ നേപ്പാളിൽ കാഠ്മണ്ഡുവിൽ എത്തേണ്ടതുണ്ട്. എങ്കിലും നമുക്ക് ചൈന വഴി കയറി പോകാൻ പറ്റുള്ളൂ. സ്ലോട്ടെങ്ങാനും പിന്നെ മാറിപ്പോയി കഴിഞ്ഞാൽ, അതായത് നമുക്കിപ്പോൾ ഒരു സ്ലോട്ടുണ്ട്, അതായത് മൊത്തം 6 പേർക്കാണ് ഒരു ഗ്രൂപ്പിൽ പോകാൻ പറ്റുക. ആ 6 പേരിൽ ഇപ്പോൾ 4 പേരായി, ഞാനും കൂടെ കൂടിയാൽ ഇപ്പോൾ 5 പേരായി. അപ്പോൾ ഈ 5 പേരായി. ഇനി ഒരാളും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഏപ്രിലെ ട്രിപ്പ് നമ്മുടെ ഒരു ഗ്രൂപ്പായി. ഇനി നമ്മൾ വൈകിപ്പോയി വേറെ 2 ടീം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ലോട്ട് പോയി പിന്നെ ഏപ്രിൽ കഴിഞ്ഞ് പിന്നെ മെയ്ക്കേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് വണ്ടിയുടെ പണി തീർക്കണം. ബോംബെയിൽ കുറച്ച് പരിപാടിയുണ്ട്, നമ്മുടെ പേപ്പർ വർക്കിൻ്റെ, അത് തീർക്കണം. പേപ്പർ കൂട്ടാം, 42 പേപ്പർ വേണം. അതിൻ്റെ കുറച്ച് പരിപാടി അതും ചെയ്ത് തീർക്കാണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്ത് തീർക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ആദ്യം പോയി വണ്ടിയുടെ കേസ് കെട്ടുകൾ ഓരോന്നോരോന്നായിട്ട് ചോദിക്കട്ടെ, എങ്കിലേ അതിൻ്റെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ആദ്യം മെയിനായിട്ട് ട്രാവലിൻ്റെ കാര്യമാണ് നമുക്ക് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് സഫാരിയുടെ അങ്ങോട്ട് പോകാം. ഗൈസ് നോക്കൂ, എന്തായാലും ഞാൻ നേരെ അങ്ങോട്ട് പോവുകയാണ്. പ്രതീക്ഷയായിട്ട് ഞാനും ലിബിനും കൂടിയാണ് നേരെ പോകുന്നത്. അപ്പോൾ അത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്താൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ അടുത്ത വണ്ടിയുടെ കേസ് പറഞ്ഞില്ല, അതായത് ഭാരത് ബെൻസ് ആസ്ട്ര സെറ്റപ്പിൽ ഇറങ്ങുന്ന സംഭവം, അതാട്ടോ ഇനി കാണിക്കാൻ വേണ്ടി പോണേ. ഗൈസ് നോക്കൂ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വണ്ടി ഇതാട്ടോ. അതായത് ഇതാണ് നമ്മുടെ മെഴ്സിഡീസ് ബെൻസിന്റെ പേര് പറയുക, ആക്ട്രസ് മോഡൽ. അതായത് BS6 പിന്നെ വണ്ടി പണിയുന്നതിലും ചെലവ് കുറവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ കാണുന്ന ആക്ട്രസ് പണിയുന്നല്ലേ, അതായത് 2013, 14, 15, 16 വണ്ടികളൊക്കെ നമ്മൾ BS6 കൺവേർട്ട് ചെയ്യുന്നതിലും എന്താ പറയുക കുറച്ചും കൂടെ പിന്നെ വളരെ ഫണ്ട് പറഞ്ഞ ഒരു സെറ്റപ്പാണ് ഈ ആക്ട്രസിലെ ഈ സംഭവത്തിലേക്ക് മാറ്റുന്നത്. ഇതാകുമ്പം നമ്മുടെ പൊറന്റായത്തൊക്കെ ഉണ്ടായിരുന്ന പഴയ മെഴ്സിഡീസ് ബെൻസിന്റെ ലുക്ക് കിട്ടും. പക്ഷേ വേറെ കാര്യമുണ്ട്, ഇതാവുന്നത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ചിലർക്ക് ഇതായിരിക്കില്ല, ചിലർക്ക് BS6 ആക്കാൻ ഇഷ്ടം, ചിലവർ BS3 വണ്ടി BS4 മോഡലിലേക്ക് ആക്കാറുണ്ട്. BS4, BS3, BS4, BS6 വന്നിട്ടില്ല, മനസ്സിലായോ? അപ്പൊ ചിലവർ BS3, BS4ലേക്ക് മാറ്റി. ഇപ്പൊ നമ്മുടെ മിസ്റ്റർ പ്രതീക്ഷ തന്നെ ആക്കിയാക്കുന്നത് BS7 ഈ വണ്ടി ഇതേത് മോഡലായിരുന്നു? 2015 മോഡൽ വണ്ടിയാണ് ഈ കാണുന്ന രീതിയിലേക്ക് മാറ്റിയേക്കണേ. ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, അത്യാവശ്യം സെറ്റപ്പ് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇതുണ്ടോ, ഇവിടെ വേറൊരു ഭാരത് ബെൻസ് നീല പെയിന്റ് അടിച്ച് പണിയിട്ടുണ്ട്. ഇത് ഏത് മോഡലിലേക്കാ? ഇത് 2014-15 മോഡലാണ്. ഇത് ഏതിലേക്കാ മാറ്റുന്നത്? BS6 2014-15 മോഡല് BS6 മാറ്റുന്ന സംവിധാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൈസ് നോക്കൂ, 2 വണ്ടി ഞങ്ങൾ കാണിച്ചു. ഇനി ഞങ്ങളുടെ വണ്ടി കാണിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ നേരെ ഇവിടുന്ന് ഇരുമ്പനത്ത് പോവാണ്. ഗൈസ് നോക്കൂ, ഞങ്ങൾ നേരെ പ്രതീക്ഷ ചേട്ടന്റെ കാറിൽ കയറി ഞങ്ങൾ വണ്ടി ശരിയാവോ അറിയാൻ വേണ്ടി ഗൈസ് നോക്കൂ, അതായത് ഞങ്ങൾ നേരെ കാക്കനാട് പോവാണ്. ആദ്യം കാക്കനാട് പോയിട്ട് സഫാരിയുടെ അവിടെ പോകും, എന്നിട്ട് നോക്കിയിട്ടാണ് നമ്മൾ നേരെ ട്രാവലിന് എടുത്ത് പോവാ. ഗൈസ് സംഭവം എന്താ കറക്റ്റ് പറയാം, ഏപ്രിൽ നമുക്ക് പോകണം. വണ്ടിയുടെ പണി പെട്ടെന്ന് തീർന്നാലേ നജീബ് കാർഡ് എടുത്തുകൊണ്ട് പെട്ടെന്ന് പണി തീർക്കാൻ പറ്റുള്ളൂ. നജീബ് കാർഡ് എടുത്ത് വന്ന് വണ്ടിയുടെ പണി പെട്ടെന്ന് തീർത്താലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇല്ല പണിയും കാര്യങ്ങളും പെൻഡിങ് ആവും. നമ്മൾ വിചാരിച്ചെടുത്ത് പരിപാടി നിൽക്കുകയല്ല. നമ്മുടെ ഏപ്രിലെ സ്ലോട്ട് പോയാൽ പിന്നെ മെയ്യിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണം. പ്രതീക്ഷ സ്പീഡിൽ പഠിക്കും. വെച്ചിട്ടുണ്ട് എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൽ അത്രയധികം ആൾക്കാർ എൻക്വയറി ചെയ്യില്ലാത്ത ഒരു ദിവസം അല്ല, നമ്മൾ കൂടുതൽ പൈസ കൊടുക്കണം, ഫുള്ള് കൊടുത്തിട്ട് നമ്മൾ കൊണ്ടുവരും. അതാണ് വിഷയം കേട്ടോ. ലിബിൻ പറഞ്ഞ അതായത് മെയിലുണ്ടല്ലോ, മെയിൽ എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വണ്ടി ഇല്ലെങ്കിൽ 5 വണ്ടി 4 വണ്ടികൾ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് കൊടുക്കും. ഇപ്പൊ 2 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതായത് ചൈന കിടക്കാനുള്ള പൈസ, പിന്നെ ഡീസല്, ബാക്കി എക്സ്പെൻസ് ഒക്കെ വേറെ, ഏജന്റിന്റെ പിന്നെ ഗൈഡിന്റെ പൈസ കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം. ആദ്യം ഞാൻ വണ്ടിയുടെ അടുത്ത് എത്തട്ടോ. ഗൈസ് നോക്കൂ, ഞങ്ങൾ അങ്ങനെ നേരെ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇപ്പം ലൂസി കോളേജ് ചെയ്തിട്ടില്ല. ലൂസി കോളേജ് എത്താൻ വേണ്ടി പോകുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പറൂർ കവലയിൽ നിന്ന് നമ്മൾ നേരെ കാക്കനാട് തിരിഞ്ഞു പോകട്ടോ. ഇന്നിപ്പോൾ ഉച്ച ആയതുകൊണ്ട് വലിയ വണ്ടിയും കാര്യങ്ങളൊന്നും റോഡിലില്ല, അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ ഹൈവേ കയറി. ഞങ്ങളുടെ തൊട്ട് സൈഡിൽ കൂടെ ഒരു MH വണ്ടിയും തൊട്ട് ഫ്രണ്ടിൽ കൂടെ ഒരു TN വണ്ടിയും സഞ്ചരിക്കുന്നുണ്ട്. ഞങ്ങൾ അതിന്റെ തൊട്ട് സൈഡിൽ കൂടെ ഞങ്ങൾ സഞ്ചരിക്കുകയാണ്. ഗൈസ് നോക്കൂ, അതായത് നമുക്കിനി കുറച്ച് ഫ്രണ്ടിലേക്ക് എന്നിട്ട് വേണം നമുക്കിനി നമ്മുടെ സ്ഥലത്തോട്ട് തിരിയാൻ കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി ഞാനും ലിബിനും ഇപ്പം നിൽക്കുന്നത് കാക്കനാടാണ്. അതായത് നമ്മുടെ വണ്ടി പണിയുന്ന വർക്ക്ഷോപ്പിൽ അല്ലേ ലിബിനെ? വേറെ കാര്യമുണ്ട്, നമ്മുടെ വണ്ടി 4 ദിവസത്തിനുള്ളിൽ ഒന്ന് കിട്ടും. ഗൈസ് നോക്കൂ, ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ നമ്മുടെ വണ്ടി കേട്ടിട്ടില്ല. നമ്മുടെ വണ്ടിയുടെ പാർട്സും കാര്യങ്ങളൊക്കെ
കിട്ടിക്കൊണ്ടുവന്നു. അത് എവിടെയുള്ളതെന്ന് ആദ്യം ചോദിക്കട്ടെ കേട്ടോ. ഗൈസ് നോക്കൂ, ഈ കാണുന്നതാണ് നമ്മുടെ ടാറ്റ സഫാരിയുടെ പാർട്സ് കേട്ടോ. ഏതാണ്ട് 25,000 രൂപയുടെ പാർട്സ് ഉണ്ടല്ലോടാ. ഇത് കൂടാതെ ഇനി സാധനമുണ്ട്, കുറെ ബുഷ്, കുറെ സാധനങ്ങൾ മാറ്റിയിട്ടുണ്ടല്ലോ. 10,000-12,000 രൂപയുടെ സാധനം കൂടെ വേണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എന്നോട് അങ്ങനെ അല്ലേ. ഗൈസ് നോക്കി, ഏതാണ്ട് നമ്മള് ഇത് 10,000-25,000 രൂപയുടെ പാർട്സ് ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ മാത്രം സാധനങ്ങളുണ്ട്. ഷോക്ക്, സസ്പെൻഷന്, ബുഷുകള് അല്ലേ. ലോകത്തിലെല്ലാം പോലെ ഞങ്ങൾ പോയി പഠിക്കും കേട്ടോ. ഇക്ക ഇവിടെ ഇല്ല, ഇക്ക എവിടെ ആലപ്പുഴയിൽ എവിടെയാണ് വണ്ടിയുടെ കൊട്ടേഷൻ കൊടുക്കാൻ പോയി പരിപാടിയായിട്ട് വണ്ടിയുടെ ആയിട്ട് പോയിട്ടുണ്ടെന്നല്ലേ. ഗൈസ് നോക്കൂ, അതേ സമയത്ത് നമ്മുടെ വണ്ടി റോഡിന്റെ തൊട്ടിപ്പുറം കിടപ്പുണ്ട്. അതായത് ഈ കാണുന്ന ഇവിടെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഇവിടെയായിരുന്നു നമ്മുടെ വണ്ടി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലെക്സസും ഈ സംഭവമൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ട് നമ്മുടെ വണ്ടി ഇപ്പോൾ ഇങ്ങോട്ടായി. എനിക്ക് പറഞ്ഞത് ഈ ആഴ്ച ലാസ്റ്റ് വണ്ടി പണിത് തരാമെന്നാട്ടോ ഇക്ക പറഞ്ഞാക്കണേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷനും പിന്നെ അതേപോലെ തന്നെ പിന്നെ അങ്ങനെയുള്ള കുറച്ച് പരിപാടി സംഭവങ്ങളൊക്കെയാണ്. അതിനിടയ്ക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്ന് പോയതാണ് കാണുന്നത്. ഹായ്. ഇനി ഇതിൻ്റെ സസ്പെൻഷനും അതുപോലെയുള്ള കുറച്ച് പരിപാടിയാണുള്ളത്. അതിനുശേഷം വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതും കൂടെ കഴിഞ്ഞു. ഇക്ക ഉണ്ടായിരുന്നു, നമുക്ക് കറക്റ്റ് കാര്യം ചോദിക്കായിരുന്നു കേട്ടോ. പക്ഷേ രാവിലെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് ഇവിടെ ഇല്ല, ആലപ്പുഴയിൽ ഞാൻ ഏതോ വണ്ടിയുടെ കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും ഇതിൻ്റെ പരിപാടി തീർക്കട്ടെ. ഈ ആഴ്ച അവസാനം ഇത് കിട്ടും. എന്തായാലും ഇനി ഒരെണ്ണം ഇവിടെ കിടപ്പുണ്ട്. ഇതാട്ടോ നമ്മൾ വണ്ടി പണിയാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. ഇനിയിപ്പോൾ അടുത്ത് കിടക്കുന്ന എടുത്തോട്ട് നമുക്ക് പോകാം കേട്ടോ. പ്രതീക്ഷയുടെ വണ്ടി ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുകൊണ്ട് നമ്മൾ നമ്മുടെ അടുത്ത വണ്ടി കിടക്കുന്നിടത്ത് പോവാണ്. അവിടെയാണ് ഇനി നമ്മുടെ മെയിൻ കാര്യം. നജീബ് കാ, പ്രിൻസ് ചേട്ടൻ്റെ നമ്പർ ഒന്ന് പിന്നെ ലൊക്കേഷൻ ഒന്ന് ഫോണിൽ അയച്ചു തരുമോ പ്ലീസ്? നമ്പറല്ല അന്ന് അയച്ചു തന്ന ലൊക്കേഷൻ പ്ലീസ് അയച്ചു തരുമോ ലൊക്കേഷൻ? ഗൈസ് നോക്കൂ, അതായത് നമ്മളുണ്ടല്ലോ ഇവിടുന്ന് നേരെ പ്രിൻസ് ചേട്ടൻ്റെ വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. അതായത് നമ്മൾ ട്രാവലർ പണിയുന്നതാണ് പ്രിൻസ് ചേട്ടൻ. അപ്പോൾ ആ പ്രിൻസ് ചേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ പോകാനുള്ള ലൊക്കേഷൻ വേണം. അപ്പോൾ ഇതിനു വേണ്ടി ഞങ്ങൾ നജീബിക്കാനെ വിളിച്ചാൽ നജീബിക്ക് ഇപ്പോൾ അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ് നോക്കൂ, അതായത് ഈ ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ വരുമ്പോഴാണ് ഞങ്ങൾക്ക് അത് മനസ്സിലാവും അല്ലേ പ്രതീക്ഷ ചേട്ടാ? അതെ, എനിക്കിപ്പോൾ നിങ്ങളുടെ ഒപ്പം നടന്നുകൊണ്ട് മനസ്സിലായ കാര്യം എന്താണെന്നറിയോ? കേരളത്തിൽ എത്ര വർക്ക്ഷോപ്പുകളുണ്ട്, എവിടെയൊക്കെ പോകണം, എന്തൊക്കെ കാര്യത്തിന് എവിടെയൊക്കെ പോകണം എന്നൊരു കാര്യത്തിൽ. എൻ്റെ അനിയൻ എൻ്റെ കൂടുതലുള്ള അവതാരകനുണ്ടായിരുന്നു, അവന് ഉറങ്ങും കേട്ടോ. ഇല്ല, ഞാൻ മുങ്ങിയതാ. ഇയാളിന് മാരേജിന് പറഞ്ഞു അത് ഏറ്റെടുക്കണ്ട, അതെന്റെ അല്ലാന്ന് പറഞ്ഞൊരു പാഠം പറ്റാ നമുക്ക് നജീബ് എഴുതി തന്നു. എവിടെ സ്വന്തം എന്ന് പറഞ്ഞു. അതേ സമയത്ത് ഞങ്ങൾ നേരെ പ്രിൻസിന്റെ വർക്ക്ഷോപ്പിൽ പോവാണ്. അവിടെയാണല്ലോ നമ്മുടെ ട്രാവലറിന്റെ കേസ്. ഇനി ഞാൻ എന്നെ കാര്യം എന്നുള്ള ആദ്യം ഇതിന്റെ ഉള്ളി എന്ന് പറയാം കേട്ടോ. ഞാൻ ആദ്യം ക്യാമറ ഇവിടെ സ്ഥാപിക്കട്ടെ. ഉരുണ്ട് കെട്ടി വീണ് കഴിഞ്ഞാൽ ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരും. ഗൈസ് നോക്കൂ, ഫൈനലി ഞാൻ ക്യാമറ ഇവിടെ സ്ഥാപിച്ചു. ഇപ്പോൾ നമ്മളെല്ലാം ഫോക്കസിലാണ്. നീ ഇങ്ങോട്ട് കയറി നിന്നാൽ നീയും കയറി വരും. ഗൈസ് എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ പറയാം. അതായത് നമ്മുടെ ട്രാവലർ നമുക്ക് എത്രയും പെട്ടെന്ന് പണിതിട്ട് നജീബിക്കയുടെ അവിടെ കൊണ്ടുപോയി വീണ്ടും പണിയാനുണ്ട്. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണം. ഞങ്ങൾക്ക് ഏപ്രിൽ ഡേറ്റ് ഇട്ടിട്ടില്ല, ഞങ്ങൾക്ക് നാളെ അഡ്വാൻസ് കൊടുക്കണ്ടേ. ചൈനയിലുള്ള ഒരു ട്രാവൽ ഏജന്റ് ആണ് നമ്മളെ ചൈനയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ചൈനയിൽ നമുക്ക് യാത്ര ചെയ്യണേൽ നമുക്ക് അവിടെ ഒരു ഏജന്റ്, അതായത് ഒരു ഗൈഡ് വേണം. ആ ഗൈഡ് ഇൻസ്ട്രക്ഷൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുകൂടാതെ ചൈനയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ ഏജന്റ് എപ്പോഴും നമ്മുടെ കൂടത്തിൽ ഉണ്ടാകും. ചൈനയിലെ നമുക്ക് ഏജന്റിന്റെ ഭക്ഷണം, താമസം എല്ലാം നമുക്ക് ഈ പൈസയിൽ പോവും. 2 ലക്ഷം രൂപയാണ് 6 പേരുണ്ടെങ്കിൽ 6 പേരുള്ളതാണ് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് ബാക്കി കുറച്ച് കഴിഞ്ഞ് പറയാം. 2.5 കിലോ ഉള്ള ക്യാമറയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. 2.5 കിലോ ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. 2.5 കിലോ ഉള്ള സാധനമാണ് കയ്യിലിരിക്കുന്നത്. ഓവർ സമയം വെച്ച് എന്റെ കൈ കഴിക്കുന്നു. ഇനി അടുത്ത ഇതിന്റെ ലൊക്കേഷൻ സെൻസിനെ കുറിച്ച് ഭാഗികമായി ഞാൻ സംസാരിക്കുന്നതായിരിക്കും. ക്യാമറമാൻ ലിബിനോടൊപ്പം വായി നോക്കി പ്രതീക്ഷയോടൊപ്പം ഞാൻ നിർത്തുകയാണ്. അടുത്ത സ്ഥലത്ത് നിന്ന് കാണട്ടെ അല്ലേ? അടുത്ത സ്ഥലത്ത് നിന്ന് കാണട്ടെ. ഇതിന്റെ സിവിലൈസേഷൻ ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ള തെറിയേക്കാം. ഗൈസ് നോക്കൂ, നമ്മുടെ ലൊക്കേഷനിലേക്ക് ഇവിടുന്ന് 9 കിലോമീറ്റർ ഉണ്ട്. 21 മിനിറ്റ് നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ 9 കിലോമീറ്റർ നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രാവലർ പണിയുന്ന വർക്ക്ഷോപ്പിൽ നമ്മൾ എത്തും. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് ഈ കാണുന്ന റൂട്ടിൽ കൂടിയാണ് ഞങ്ങൾ നേരെ പോണത്. അതായത് നമ്മുടെ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ഇപ്പം 2ാമത്തെ വർക്ക്ഷോപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ 3ാമത്തെ വർക്ക്ഷോപ്പിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ്. അതിൻ്റെ ഒരു വലിയൊരു സന്തോഷം ഞങ്ങൾക്കുണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാം ബില്ല് വരുമ്പോൾ ട്രൗസർ കീറുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നേരെ അടുത്ത വർക്ക്ഷോപ്പിലേക്ക് ഇത് ഇവിടുന്ന് കേട്ടോ തിരിയണ്ടേ. ഇവിടുന്ന് പ്രതീക്ഷ ഇവിടുന്ന് കേട്ടോ. ഓക്കെ ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ കാക്കനാട് എത്തി. ഞങ്ങൾ പതിവ് പോലെ ഇവിടെ വന്നപ്പോൾ ചെറിയ രീതിയിലുള്ള ബ്ലോക്കുകളുണ്ട്. ഇവിടെ റോഡിന്റെ സൈഡിൽ ഇഷ്ടംപോലെ ലോറികൾ കിടപ്പുണ്ട്. അത് എന്ത് ലോറി
എന്നുള്ള പ്രതീക്ഷ അറിയാം പ്രതീക്ഷട്ടാ? അത് കണ്ടെയ്നർ അല്ല, ഇതല്ല കിടക്കണേ, ടാങ്ക് വണ്ടികളല്ല. ടാങ്ക് വണ്ടികൾ പെട്രോളിയത്തിന്റെ വല്ല സംഭവങ്ങളും ഉണ്ടായിരിക്കും ഇവിടെ. എന്നത് മറ്റേ പെട്രോളിയം കൊണ്ടുപോകണ വല്ല സംഭവങ്ങളും അല്ലാണ്ട് ഇപ്പൊ ടാങ്കർ ലോറി ഇവിടെ മൊത്തം കിടക്കും. ഇത് എന്നാന്നുള്ളൊരു പിടുത്തമുണ്ടോ? അത് നോക്കിയത് എന്തോരം നോക്കുക പ്രതീക്ഷട്ടാ. ഇറങ്ങി ചോദിക്കാം. കരിമീന്റെ അകത്തുനിന്ന് ഇപ്പൊ എന്തോ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. 20% 10% കണ്ട ഈ ഡീസലിന്റെ അകത്തും പെട്രോളിന്റെ അകത്തും ഇതാക്കിയിട്ടാണ് നമ്മൾ ഇന്ത്യ കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ എന്തെങ്കിലും സാധനം. എന്തോ സാധനം കേട്ടോ. എന്തോ ഒരു ലോറിയാന്ന് നോക്കിയേ. 1-2 ലോറി ഒന്നുമല്ലോ കേട്ടോ. എന്നാ പ്രതീക്ഷ എഴുതി വെച്ചേക്കുന്നത്? ഓയിലാ ഞാൻ പറഞ്ഞ സാധനം തന്നെ ഇത്. ഇവിടെയല്ലേ റിഫൈനറി? റിഫൈനറിന്ന് ഇത് എന്തോ ഓയിലാന്ന് നമുക്കറിയാം. പെട്രോളിയം ആണ്. നീ എന്നാ പറയുന്നത്? ഇവിടെ ഈ സാധനം കരിമ്പിന്റെ അകത്തുനിന്ന് ഒരു സാധനം ഉണ്ടാക്കും. കരിമ്പിന്റെ അകത്തുനിന്ന് എന്തൊരു സാധനം, കരിമ്പും ജ്യൂസ് അല്ലടോ, കുറെ നേരം ഒരു സാധനം ഉണ്ടാക്കുവനെ. അത് 10% 5% നമ്മൾ ഡീസലും പെട്രോളും കലത്തിയിട്ടാണ് നമുക്ക് തരുന്നത്. അതിപ്പോ ഈ 15% കൂടെ കൂട്ടാൻ പോവാന്ന് പറഞ്ഞത്. ആ സാധനം തന്നെയാണ് ഈ സാധനം. ഓക്കെ, ഇവൻ പറയുന്നതനുസരിച്ച് ഇപ്പൊ ഇനി ഡീസൽ കുടിക്കാം. ജ്യൂസ് ആണല്ലോ അല്ലേ? നോക്കിയേ എന്തോരം വണ്ടിയാന്ന് നോക്കി പ്രതീക്ഷേട്ടാ. 1-2 വണ്ടിയാണെന്ന് നോക്കിയേ. ശരിയാ. ഇപ്പുറത്തെ സൈഡും ഇഷ്ടം പോലെ ആ സെയിം സാധനം. ഇംഗ്ലീഷ് വായിക്കാനുള്ള ആരിലുണ്ടോ? ഇതെന്നാന്നുള്ള ആരോടൊന്ന് ചോദിക്കാൻ പറ്റാ? എഴുതി വെച്ചിട്ടുണ്ട് ഇതെന്താ ഈ അന്തർമേ ക്യായ എന്നാ നമുക്ക് ചോദിക്കണ്ടേ? ആ പെട്രോളിയം പ്രൊഡക്റ്റ് ആട്ടോ, പെട്രോളിയം പ്രൊഡക്റ്റാ. ഹിന്ദിയിൽ എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല, ഹിന്ദിക്ക് വായിക്കറിയാവോ? അല്ല, ഹിന്ദി എനിക്കറിയില്ല, അറിയാവുന്നവരെ കൊണ്ട് വായിക്കും. ആർക്കും അറിയില്ല. ഇതിലാണ് ഇനി ഞങ്ങൾക്ക് നേരെ പോകണ്ട കേട്ടോ. ഫൈനലി ഞങ്ങളുടെ വണ്ടി ഇവിടെ നിർത്തി. ഞങ്ങൾ അങ്ങനെ പ്രിൻസ് ചേട്ടൻ്റെ വർക്ക്ഷോപ്പിലെത്തി. നമ്മുടെ വണ്ടി ഇവിടെ ആയിരുന്നു കിടന്നത്. ഈ കാണുന്ന ട്രാവലർ കിടക്കുന്ന ഇവിടെയായിരുന്നു നമ്മുടെ വണ്ടി കിടന്നത്. അവിടുന്ന് വണ്ടി കറക്റ്റ് നമ്മുടെ വണ്ടി ഉള്ളിൽ കയറ്റി പ്രിൻസ് ചേട്ടൻ പണി തുടങ്ങി. അതായത് ലിവിൻ ജാക്കി തിരി തുടങ്ങി. അതത്ര നല്ലതല്ലേ നീ ജാക്കി വെക്കുന്നുണ്ടോ? ആ കേസ് നോക്കൂ, വണ്ടി കയറ്റിയില്ലേ? വണ്ടി കയറ്റി. അതേപോലെ നമ്മൾ പ്രിൻസേട്ടനോട് എല്ലാ കാര്യം പറഞ്ഞു. നമ്മൾ പോകുന്നത് അടുത്ത മാസമല്ലേ? അടുത്ത മാസമാണ് നമ്മൾ പോകുന്നത്. അപ്പൊ വണ്ടി ഇച്ചിരി സ്പീഡിൽ പണിയണം. വെപ്രാളം വേണ്ട. നമുക്ക് നാളെ കിട്ടണം. അല്ലേ? ആ കേസ് നോക്കൂ, അതിൻ്റെ ഇടയ്ക്ക് പ്രതീക്ഷ നമ്പർ മേടിക്കുക. എന്നെ സംഭവം എന്നാ, എനിക്ക് സ്റ്റിക്കർ നല്ല ഇഷ്ടപ്പെട്ടു. കുറച്ച് സ്റ്റിക്കർ വർക്ക് ഈ കാണുന്ന ട്രാവലർ സ്റ്റിക്കർ വർക്ക് പ്രതീക്ഷന് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ആ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് സംഭവം അല്ലേ? പിന്നെ വേറെ കാര്യമുണ്ട്, ക്ലിയർ അടിച്ചിട്ടില്ല. നല്ല ഉദ്ദേശിച്ചത് ഈ ഇതേപോലത്തെ വർക്ക്. അയ്യോ, നമ്പർ കിട്ടിയില്ല. നമ്പറൊക്കെ ഇനിയും കിട്ടൂല്ലോ. ഇതിന്റെ എന്നൊക്കെ പണി ബാക്കിയല്ലേ? അവന് ആദ്യം പറഞ്ഞു കൊടുക്കുക. ഇതിന്റെ എന്നൊക്കെ പണി ബാക്കിയല്ലേ? പ്രിൻസേട്ടാ പിന്നാമ്പറും കാണിക്കില്ലേ? മുന്നാമ്പറും എന്നൊക്കെ പണി ബാക്കിയല്ലേ? കഴിഞ്ഞു. ഇലക്ട്രിക്കൽ വർക്ക് നമ്മുടെ വണ്ടിയുടെ കഴിഞ്ഞു. നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആവൂലായിരുന്നു. ടിങ് ടിങ് വെച്ചോണ്ടിരിക്കുവായിരുന്നു. അതിപ്പം പ്രിൻസേട്ടൻ ശരിയായെന്നാ പറഞ്ഞത്. നോക്കട്ടെ. ഗിയറിന്റെ പ്ലേയോ മാറ്റിട്ടില്ല. ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടായി. ഇറ്റ് ഈസ് വെരി അമേസിങ്. ഇതൊക്കെ മാറ്റി പണി. ഇത് അന്ന് കൊൽക്കത്തയിൽ നിന്ന് കസ്റ്റംസ് ഇതിനകത്ത് ഞങ്ങൾ എന്താ കറക്റ്റ് പറഞ്ഞ് ഊരിയില്ല, അമ്മ പൊട്ടിച്ചു. എന്നിട്ട് അതവിടെ എടുത്തു വെച്ചു. ക്രൂരതയായിരുന്നു ഇതിന്റെ വണ്ടിയോട്. എന്നെ പ്രതികരിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രിൻസേട്ടാ ഇതിന്റെ പ്ലാൻ നോക്കുന്നില്ലേ? ഏതാ? പോയതാ? അസംബ്ലി പോയി ഗിയറിന്റെ. ഈ ക്ലച്ചിന് പ്രശ്നം. ക്ലച്ച് തീർന്നു. മാറ്റൂ. ക്ലച്ചിന് തന്നെ 25,000. എത്ര? ഇങ്ങോട്ട് ഇറങ്ങിക്കേ. എന്നിട്ട് എന്നൊക്കെ കംപ്ലൈന്റ് 4 വീൽ അഴിക്കണം. ക്ലച്ച് പണിയണം. പിന്നെ റേഡിയേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണം. ക്ലച്ച് പണിയണം. 4 വീല്. ഗിയർ. പിന്നെ പവർ സ്റ്റിയറിംഗ് ലീക്കല്ലേ? ഇത് കിട്ടുന്നില്ല. ലീക്കും ടൈറ്റും ഉണ്ട്. പിന്നെ ക്ലച്ചിന് ഭയങ്കര ടൈറ്റാണ്. പിന്നെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ആ പെർഫോമൻസ് കിട്ടുന്നില്ല. ശരിയോ? പിന്നെ ഇതിന്റെ മറ്റേ അടിയിൽ ഒലക്കം ടക്ക് അടിയുണ്ട്. പിന്നെ നമ്മുടെ ബേക്കിത്തെ മറ്റേ വയറിങ്ങിട്ട് പറ്റിയോ? നോക്കിയോ? ഇല്ല, അത് നോക്കില്ല. അത് പണിക്കാർ 4 സസ്പെൻഷൻ ലീഫ്. 4 ലീഫും 4 വീലും അടിച്ച് ക്ലച്ച്. പിന്നെ ഇതോ മറ്റേ സസ്പെൻഷൻ മറ്റേ ഇങ്ങനെ കുത്തിയിരിക്കുന്ന സാധനം. അതിന് ലീഫുണ്ട്. അല്ലെന്നേ ഷോക്ക് മറ്റിങ്ങനെ ഇരുന്ന് നമ്മൾ ഇതിന് 2 അല്ലേ വരുന്നേ? പ്രിൻസേട്ടാ എങ്ങുവാ? എവിടെയാ പോയി? ഞാൻ കാണിച്ചു കൊടുക്കാം.
ചേട്ടാ ലീഫും പിന്നെ ഇതേപോലെ കുറ്റിയില്ലേ അതിന് പ്രശ്നമുണ്ട്, ഇതിനുണ്ട്. ഈ സൈഡാന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കിലെ സസ്പെൻഷൻ കാരണം 6 മാസം കഴിഞ്ഞ വണ്ടി വരുള്ളൂ. എത്ര 40-45,000 കിലോമീറ്റർ ഇവിടെ നിന്ന് ഞാൻ ഓയിൽ ഇട്ടിട്ട് പോയിട്ട് ആ ഓയിൽ കൊണ്ട് തിരിച്ചു വന്നു. എനിക്ക് ഇഷ്ടമില്ല. 15 ഓടുള്ളൂ, അത് 40 ഓടി. എഞ്ചിനീയറിംഗ് മണതോ പുള്ളി പിന്നെ ക്ലിയറിംഗ് ഓടിക്കുമ്പോ ബെൽറ്റ് ആദ്യം മുതലുള്ള അത് ക്ലിയർ ചെയ്തോളൂ. പിന്നെ പ്രതിഷേധം ഓടിച്ചു, പ്രതിഷേധം വേറെ കംപ്ലൈന്റ് തോന്നി. 2-3 അത് ഓടിക്കാനുള്ള പെർഫെക്ഷൻ പോയി വണ്ടിയുടെ. അന്ന് കണ്ണൂരിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഓടിച്ചു കൊണ്ടുവന്നത്. പിന്നെ എന്റെ അറിവിലുള്ള കംപ്ലൈന്റ് ഒക്കെ എന്തായാലും പറഞ്ഞു. ഈ പൈപ്പ്, മെയിൻ പൈപ്പ് തുറക്കുന്ന അതിനുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നോ? എലി അന്ന് മറ്റേ പിന്നെ ആർട്ടിയുടെ കൈ കിടന്നപ്പോ ഇതിന്റെ ഉള്ളിൽ സാധനങ്ങൾ കയറിയിട്ടുണ്ടോ? ഈ കവറിൽ ചൂട് വരാതിരിക്കുന്ന സാധനം നോക്കുവോ? പിന്നെ പ്രിൻസിപ്പാളിനെ ഞാൻ ഇന്ന് വൈകുന്നേരം വിളിക്കാം. മറ്റേ സ്റ്റിയറിംഗിന്റെ ഇങ്ങോട്ട് തന്നെ ക്യാമറയിലേക്ക് തിരി. അതായത് മറ്റേ സ്റ്റിയറിംഗ് ഇല്ലേ, ആ സ്റ്റിയറിംഗിന്റെ അടുത്ത കവറില്ലേ, എഞ്ചിൻ കവർ, സോറി ഗിയർ ഇടുന്ന അവിടുത്തെ കവർ. ഞാൻ അവിടെ ഉണ്ടോ നോക്കണം. അവിടെ ഇല്ലെങ്കിൽ ഒന്നുമില്ല, ഭയങ്കര ചൂടാ കാലം കഴിക്കുന്നത്. ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഈ പൈപ്പാ, ഇതേ ഈ പൈപ്പ് മാറുന്നു. അല്ല ഇതിൻ്റെ അകത്ത് ഓയിലുണ്ട്. അത് ചെയ്യാം. ആണോ? ഇതോ ഇതോ ഇല്ല. എഞ്ചിൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എഞ്ചിനീയറിംഗ് ഈ റേഡിയേറ്ററിനായിട്ട് സർവീസാണ്. പിന്നെ ലൈൻ ഇതിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നത് 100%. ഓയിൽ പക്ഷേ ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ എനിക്ക് പണിയുണ്ട് വരും കേട്ടോ. ഈ 45,000 കിലോമീറ്റർ ഒക്കെ അതുകൊണ്ട് ഭദ്രമായിരിക്കുന്നു, എല്ലാം അതേപോലെ തന്നെയുണ്ട്. മെയിൻ സംഭവം ഞാനിത് മറന്നുപോയി. ഇത് 40,000 കിലോമീറ്റർ 80,000 ഓടിയാണ്ട് പവർ ഉണ്ട്. കാരണം വെച്ചാൽ ഓഫാക്കിയിട്ടില്ല. 24 മണിക്കൂർ വണ്ടി സ്റ്റാർട്ടിങ്ങില്ലായിരുന്നു. എണ്ണയ്ക്കോടെ പൈസ കുറവല്ലേ, 32 രൂപ ലിറ്ററിന്. പേട്ട പറ്റി നോക്കി ചെല്ലിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഗായ്സ് നോക്കൂ, ഞങ്ങളുടെ കാണാൻ പോയ തവി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. തവി ഇവിടെ ഇരിക്കട്ടെ. ഇതിനകത്ത് കുറേ സാധനം ഉണ്ടല്ലോടാ. പിന്നെ അതിൻ്റെ അകത്ത് ടർക്കി ടിർക്കി കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ക്ലച്ചിൻ എവിടെ എത്ര ലൈറ്റ് ഉണ്ട്? ഒരു ABS ഉണ്ട്, ഒന്ന് ഡോറിന്റെ ഇൻഡിക്കേഷൻ പോകുന്നില്ല. ചെയ്തിട്ടില്ല ആണോ? ഓഹോ. പിന്നെ ഈ ക്ലച്ചിന്റെ ഈ ഭാഗത്ത് എന്താ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റാ. ആണോ? അങ്ങനെ അത് ലോക്കായി പോന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ 3 അതല്ല ഇത് കണ്ടോ, 1 2 3 അടിക്കുമ്പോൾ ടൈറ്റ് ആയി പോവാ. അങ്ങനെയാണോ? കംപ്ലൈന്റ് അല്ല, കമ്പനി അങ്ങനെയാണ് ഇറക്കിയതാ. എത്ര കൊല്ലം വണ്ടി ഓടിച്ചിട്ട് ഇപ്പോഴും കംപ്ലൈന്റ് ആണ് അല്ല വേറൊരു കേസേ, പിന്നെ ഇതിന്റെ AC-യുടെ ഇത് പിന്നെ അടിയിലെ ലൈൻ കത്തിപ്പോയിട്ടുണ്ട്, അതൊന്നും ശരിയാക്കണം. പിന്നെ എന്നെ ഫ്രണ്ട്സ് ചേട്ടാ വേറെ ഉള്ള ഓടിച്ചു നോക്കിട്ട് തോന്നിയേ? ഉറപ്പാന്നോ? ഉറപ്പാന്നോ? ഉറപ്പല്ലേ? ആ അതറിഞ്ഞാൽ മതി. ആ പോട്ടെ, എപ്പം കിട്ടും? എന്ന് കിട്ടും ഫ്രണ്ട്സ് ചേട്ടാ ഒരു ഊഹത്തിന്? ഞാൻ പറഞ്ഞാൽ മതിയോ? പണികളൊക്കെ കേട്ടപ്പോ ഞാൻ ഡേറ്റ് പറയാം. പറ ഫ്രണ്ട്സ് ചേട്ടാ, ഏകദേശം ഇനി 2 ആഴ്ച കൊടുക്കുമോ? അപ്പൊ ഇന്നേതാ ദിവസം? അല്ല എനിക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ ടെസ്റ്റ് ഡ്രൈവ് കൊടുത്താൽ നോക്കണ്ട. ഏപ്രിലിന് മുന്നേ തീർത്ത് തരുമോ? മാർച്ച് 15-15 തീയതി മുമ്പായിട്ട് തരാം. ഇതേതാ മാസം? മാർച്ച്. ഓ ദിവസം ഉണ്ടല്ലേ. അടുത്ത മാസം ഉണ്ട്, ഒരു മാസത്തിനുള്ളിൽ പണിയുണ്ട്. ഞങ്ങളുടെ സാധാരണ ഈ വണ്ടികൾ പണിയെടുക്കുന്ന പണിതാ പോരാ. അതായത് ഈ വണ്ടി ആകുമ്പം ഇതാകുമ്പോൾ ഇച്ചിരി ശ്രദ്ധിച്ച് പണിതില്ലേല്
ഞങ്ങൾക്ക് ഇനി സർവീസ് ഒരു സാധനം ഒരു തേങ്ങയും കിട്ടൂല. അതായത് കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ ബോർഡർ വരെ കിട്ടും. കഴിഞ്ഞ് നേപ്പാളിലോട്ട് കഴിഞ്ഞാൽ ബൈ ബൈ. പിന്നെ ഒന്നുമില്ല, കുറെ വാണ്ട സാധനങ്ങൾ കിട്ടും. അല്ല വേറെ സാധനം നേരത്തെ ബെഡ്സിന്റെ കുറെ സാധനം കിട്ടും. പിന്നെ അങ്ങോട്ട് ഇങ്ങനെ മുറിച്ചൊക്കെ ഇടേണ്ടി വരും അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അടുത്ത മാസം പകുതി തരും. തരില്ലേ കൊച്ചുകള്ള? തരില്ലേ കൊച്ചുകള്ള? ഗൈസ് നോക്കി, ഇതിന്റെ പരിപാടി അത്യാവശ്യം ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഈ ടയർ മാറാനായോ പ്രിൻസ് ചേട്ടാ? ഇനി ഒരു 60,000 കിലോമീറ്റർ ഓടും ഈ ടയർ? ഇല്ലല്ലോ, 30 മാറ്റിയിടണം. ടയറും വീലും മാറ്റണം. 60,000 കിലോമീറ്റർ ഓടില്ല, പിന്നെ ഞാൻ ഇട്ടിട്ട് വരില്ലോ. സഫാരിക്ക് എടുത്തില്ലേ? സഫാരിയുടെ പുതിയ ടയറാ, പുതുപുത്തൻ ടയർ. ഗൈസ് നോക്കൂ, പ്രിൻസ് ചേട്ടൻ ഇവിടെ ഉറങ്ങി കിടക്കുമായിരുന്നു. ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് വന്ന് വിളിച്ചാണ്. വണ്ടിയുടെ ബോണ്ടൊക്കെ തുറന്ന് നക്കിയല്ലേ അല്ലേ? ഞങ്ങള് രണ്ടുപേരും കൂടെ ഏതെങ്കിലും കട കയറിയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ രണ്ടുപേരും അല്ലേ? 10 രൂപ സാധനം 5 രൂപ ഞങ്ങൾ 5 രൂപയ്ക്ക് ചോദിക്കും. 10 രൂപ സാധനം ഞങ്ങൾ 5 രൂപയ്ക്ക് ചോദിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലേ? ടയർ കണ്ടു അവനത്. ഈ വണ്ടിയുടെ എഞ്ചിൻ ഊരിയിട്ടൊക്കെ ഉള്ള പ്രതീക്ഷ കേട്ടോ. എഞ്ചിൻ ഇല്ലാത്തോണ്ടാ. ഇതിനെന്നെ പറ്റിയാവോ? ഇത് ഇങ്ങനെ കേട്ടോ ഇതിന്റെ എഞ്ചിൻ പരിപാടികൾ നോക്കിയേ. വളരെ അപൂർവ്വം കണ്ടിട്ടുള്ളൂ. ഇത് നോക്കിയേ, എഞ്ചിനൊക്കെ ഊരി വെച്ചേക്കോ. ഇത് അടുത്ത് കാണിച്ചേ. ഇതാ ഇതേ, ഇതിന് എഞ്ചിനില്ല. ഇതേ ഓഹോ കാലക്ക്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ വണ്ടിക്ക് എഞ്ചിൻ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഒന്നുമില്ല. ഇതാ ഈ രണ്ട് സാധനമാ. ഇതാ ഈ രണ്ട് സാധനമാ ബാറ്. നീ ടൈമിംഗ് ചെയിൻ കണ്ടിട്ടില്ലല്ലോ? ഇതാണ് ടൈമിംഗ് ചെയിൻ. മനസ്സിലാക്കണ്ടോ? ഇത് പുതിയ എഞ്ചിൻ വന്നാന്ന് തോന്നുന്നു. കണ്ട അല്ലേ? ഇത് എഞ്ചിൻ പണിത് വന്നാ അല്ലെ പുതിയത് മേടിക്കുന്ന എന്നേതാ? എന്നെ പറ്റിയതാ? വെള്ളമില്ലാതെ ഓടിയിട്ട് എന്നാ പറ്റിയ? 80,000 രൂപ എഞ്ചിൻ ഫുൾ പണിതു. എൻ്റെ അമ്മ, എഞ്ചിന് അത്ര പൈസ വരുമോ എഞ്ചിൻ പണിയണല്ലേ? എന്റെ പൊന്നെ, എല്ലാ ദിവസവും വെള്ളം ഇത് കേട്ടപ്പോ എല്ലാ ദിവസവും നോക്കും. 3 നേരം. ചേട്ടാ, അന്നേ ഞങ്ങള് പിന്നെ കൊൽക്കത്തന്ന് പിന്നെ ബോംബെ വഴി വരാൻ നേരത്ത് അന്നൊരു ദിവസം എൻ്റെ ബെൽറ്റ് പൊട്ടിപ്പോയി. അപ്പോൾ ഫുൾ ഇലക്ട്രിക്കൽ സംഭവങ്ങളൊക്കെ നിശ്ചലമായി. പിന്നെ പവർ സ്റ്റിയറിംഗ് കിട്ടാതെ അതിൻ്റെ സംഭവം. പിന്നെ ഓടുമ്പോൾ ചൂടാകാൻ തുടങ്ങി. അതാ കുറച്ചുകൂടി മാറ്റിച്ചു. ഇന്ന് പുള്ളി എന്തായാലും മാറ്റുണ്ടോ? 3 പുള്ളി 100%. ഗൈസ് നോക്കുക, അതായത് പ്രിൻസേട്ടൻ പറഞ്ഞ വളരെ ശ്രദ്ധിക്കണം വണ്ടി ഓടിക്കാനല്ലോ. എന്നാലും നമുക്ക് വളരെ ശ്രദ്ധിക്കണം. അടുത്ത മാസം അതായത് അടുത്ത മാസം 15-ന് വണ്ടി തരാമെന്നാണ് പറഞ്ഞ കേട്ടോ. നമ്മുടെ വണ്ടി എത്ര 1.5 മാസം. പക്ഷെ അതിനുള്ള പണിയുണ്ടോ? എല്ലാം വണ്ടിയായിട്ട് പോയാൽ മതി. ആണോ? ഇനി വണ്ടി വഴി കൊഴിഞ്ഞു പറയാനൊക്കെ ഉണ്ടോ? എല്ലാം പെർഫെക്റ്റ് നോക്കിയാൽ. ഈ ട്രാവലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് പോകുന്നൊരു കംഫർട്ട് വേറെ ഒരു വണ്ടിക്ക് പോയാലും കിട്ടത്തില്ല അല്ലേ? അത് ആ ഒരു കാർ ഓടിക്കുന്ന ഒരു സെറ്റപ്പിൽ ഈ കാണുന്ന സാധനം നമുക്ക് ഓടിക്കാൻ പറ്റും. അല്ല, ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചു പോകുമ്പോഴേക്കും സാധാരണ നമ്മളൊരു കാറിൽ വരുന്നതും ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്നാമത് വണ്ടി വെയിറ്റ് ഇല്ല. അല്ല, വെയിറ്റ് ഇല്ലാത്തതുണ്ട്. വെയിറ്റ് ഉള്ളപ്പോൾ ഇതിലും സെറ്റപ്പ് പറഞ്ഞു. വണ്ടി ബെസ്റ്റാണ്. ഈ പവർ വിൻഡോ മാറ്റണം, അങ്ങനെ കുറേ പണിയുണ്ട്. പവർ വിൻഡോ ഇതുണ്ടോ? അയ്യോ, ഇതുണ്ടോ? ഇതൊക്കെ പണിയാണ്. ഇതുണ്ടോ? ഇവിടെ പ്രശ്നമാണ്. ഇല്ല, അത് കറക്റ്റായിട്ട് വീട് വെച്ചു. പെർഫെക്റ്റ് ആയിട്ട് വീട് പോകും. ആ ഭാഗമൊക്കെ പിന്നെ വീഴാൻ കുറച്ച് പെർഫെക്റ്റ്. ഇനി ഈ ഡാഷ്ബോർഡ് എടുത്ത് കൊടുക്കണം. ഇതുകൊണ്ട് വേറെ ഇതൊന്നും ഒറിജിനൽ എടുത്തേക്കണം. ഉണ്ട്, അപ്പുറമുണ്ട്. ചൈനീസ് ഈ റെക്സിൽ അടിച്ചൊക്കെ വെറും പാഴായിപ്പോയി. ഈ റെക്സിൽ അടിച്ച വെറും പാഴായിപ്പോയി. കണ്ടോ? ഇതുണ്ടോ? ഇതുമല്ലേ? ഇതാ ചൂട് വരാൻ മെയിൻ കാരണം. ഈ റെക്സ് ഈ സാധനമൊക്കെ എടുത്ത് കളയണം. ഇതൊക്കെ എടുത്തിട്ട് പുതിയ തന്നെ എടുത്ത് വെക്കണം. അങ്ങനെ കുറേ പരിപാടികൾ ചെയ്ത് വെക്കണം. അല്ലേട്ടാ, ഇതെന്നെ സംഭവിച്ചെന്ന് അറിയാമോ? ഇത് മൊത്തം എലി കടിച്ച് ഓട്ടയാണ്. ഹോളില്ലാത്ത ഒരു വിഷമില്ല. ആ തുരപ്പൻ ഇന്ന് എൻ്റെ വണ്ടിയെ കയറി മറ്റേ ബസ്സേല്. അതിനോട് രക്ഷയില്ല. അല്ല, അത് കയറാണ്ടിരിക്കാൻ വേറെ വല്ല മാർഗം ഉണ്ടോ? ചെയ്യണം. ഇതുണ്ടോ? ഇതിൻ്റെ അടിയിൽ ഇതുണ്ടോ? പ്രതിഷേട്ടാ, ഇതിൻ്റെ അടിയിൽ സൂക്ഷം കാണിച്ചു തരാട്ടോ. ഇതിൻ്റെ അടിയിൽ ഇത് പൊക്കി നോക്കാൻ നേരത്ത് ഞാൻ കാണിച്ചു തരാം. അതെ, ഇവിടുന്ന് ഇങ്ങനെ പൊക്കി നോക്കാൻ നേരത്ത് പൊങ്ങി കാണുന്നില്ലോ. ഇത് കണ്ടോ? ഈ കാണുന്ന ഈ ഭാഗം കണ്ടോ? ഇത് കൊടക്കമ്പി വെച്ച് ഇതിങ്ങനെ കെട്ടി വെച്ചേക്കും കേട്ടോ. ഈ ഒരു ഭാഗം അവിടെ ഫുള്ള് സാധനങ്ങളും എന്തായി ഇത് കണ്ടോ? ഫുള്ള് കത്തിപ്പോയേക്കും കേട്ടോ. ആ ഭാഗങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ കെട്ടി സെറ്റപ്പാക്കി വെച്ചേക്കുക.
കുറച്ച് പണിയുണ്ട്. അപ്പൊ ഇനി ഞാൻ ഈ മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ മതി അല്ലേ? ഈ മാസം മാർച്ച് 5-ാം തീയതി അങ്ങനെ പറയല്ലേ, ചതിക്കല്ലേ ദൈവത്തെ വെറുതെ. ഈ മാസം അവസാനം തരാൻ പറ്റുമോ ഗൈസ്? ഞങ്ങൾ പ്രിൻസേട്ടനായിട്ട് സംസാരിക്കുകയാണ്. പറഞ്ഞോ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. പറഞ്ഞോ, ഉറപ്പിച്ചോ. അടുത്ത മാസം പറഞ്ഞിട്ടുണ്ട് 15 ആ 1 വെട്ടി 5 ആക്കി 5-ാം തീയതി തരാം. ഏപ്രിലൊക്കെ ആകുമ്പോൾ എനിക്ക് എത്തണം. ഏപ്രിലൊക്കെ എത്തണം. 5 ദിവസം. ഏപ്രിൽ അവിടെ എത്തണം. എവിടെ എത്തണം? നേപ്പാളിൽ. ഇവിടുന്ന് അടുത്ത മാസം ഫസ്റ്റൊക്കെ 5-ാം തീയതി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ 5 ദിവസം പണിയില്ല സൈനസിൽ. ഏപ്രിലല്ലേ? ആ സമയം കൊണ്ട് ഞാൻ പേപ്പറൊക്കെ റെഡിയാക്കണം. പേപ്പറൊക്കെ സംഭവങ്ങളൊക്കെ ശരിയാക്കേണ്ടതുകൊണ്ട് ഓക്കെയാ, കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അത് ഓവർ ധൃതി പിടിക്കുക വേണം പിടിച്ചാൽ വൃത്തിയാവും. ഇനി ഉണ്ടല്ലോ ദിവസം 15 ദിവസം ഉണ്ടല്ലോ. ഓവർ വൃത്തിയാക്കി പിടിച്ചു കഴിഞ്ഞാൽ വലിയ ഇത് കിട്ടില്ല. ഗൈസ് നോക്കുക, അതായത് പ്രിൻസേട്ടനുണ്ടല്ലോ പറയുന്നത്. പ്രിൻസേട്ടൻ വണ്ടി മൊത്തം പറഞ്ഞ ശേഷം പ്രിൻസേട്ടനൊന്ന് ഓടിച്ചൊന്ന് സെറ്റപ്പ് ആയിട്ട് അതായിരിക്കും നല്ലതാണ്. അല്ലെങ്കിൽ ചൊവ്വാവില്ല കേട്ടോ, നമ്മളങ്ങ് എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ വഴി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏതൊക്കെ രാജ്യത്ത് വെച്ച് വിളിച്ചു തരും? മലേഷ്യ, തായ്ലൻഡ്, കംബോഡിയ, വിയറ്റ്നാം, ലാവോസ്, എല്ലാ രാജ്യത്തും വെച്ച് വിളിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈ പ്രാവശ്യം അങ്ങനെ വരാൻ പാടില്ല. കാരണം യൂറോപ്യൻ കൺട്രിയിലൊക്കെ വണ്ടി വഴി കിടന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പിന്നെ യൂറോയിൽ ഫൈൻ കിട്ടും. അതല്ല, ഫൈനല്ല, മെക്കാനിക്കിന് യൂറോയിൽ കൊടുക്കണോ അങ്ങോട്ട്? എന്നപ്പോഴാണ് നിക്കറ് കയറുന്നത്. മണിക്കൂറിനാണ് കാശ്. അവർ കൊണ്ടുവരാൻ പറ്റൂല. നമ്മൾ നേരത്തെ വിളിച്ച് ഡോക്ടറെ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് അതിന്റെ ഈ വണ്ടി കൊണ്ട് കയറാൻ പറ്റുള്ളൂ. മണിക്കൂറിന് കാശ്. മണിക്കൂറിന് എത്ര? 1800 രൂപ. സമയം കഴിഞ്ഞു. ഇവിടെ നടക്കൂല. ഇപ്പൊ ഇവിടെ ഉള്ളവര് ഗൈസ്, ഇവൻ പിന്നെ നമ്മുടെ പ്രിൻസേട്ടനെ അപമാനിച്ചു കേട്ടോ. എന്നാടാ നിന്റെ ആവശ്യം എന്നാ? ഇന്ത്യ വന്നിട്ട് ചോദിക്കും കേട്ടോ, ഈ സൈക്കിളിന്റെ സ്റ്റാൻഡ് ഒന്ന് ശരിയാക്കി തരുമെന്ന്. അത് കലക്കി. ഗൈസ് നോക്കൂ, ഞങ്ങൾ പോവാണേ. ഞങ്ങൾ ഇനി നേരെ എറണാകുളത്തിന് വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. ഇല്ല, ഞാൻ വർക്ക്ഷോപ്പിൽ 2-3 ദിവസം ഉണ്ടാവും. എന്നിട്ടേ പോവുള്ളൂ. ഞാൻ 2 ദിവസം കഴിഞ്ഞ് പോകുള്ളൂ. 2 ദിവസം കഴിഞ്ഞ് നാട്ടിൽ പോകും. സുഖമായിട്ടിരിക്കുന്നു. എന്നിട്ട് ഞാൻ അവിടുന്ന് വിളിക്കാം കേട്ടോ. കാര്യങ്ങൾ ഓരോന്ന് അറിയുന്നതനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ഓരോന്ന് വിളിച്ച് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓ ഗൈസ് നോക്കൂ, ആരുടെയാണ് സ്റ്റാൻഡ് പോയേ? നിന്റെ സ്റ്റാൻഡാണോ പോയേ? അയ്യോ എടാ, അത് മാറ്റണൂടാ. അത് മൊത്തത്തോടെ മാറ്റണം അല്ലേ? അത് മൊത്തത്തോടെ മാറ്റണൂടാ. ആണോ? ഗൈസ് നോക്കൂ, ഇവന്മാർ അംഗം കേസാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഭാരത് ബെൻസിന്റെ സാധനം കിട്ടാൻ വേണ്ടി അതിന്റെ ഇടയ്ക്ക് പ്രതീക്ഷ കേട്ടോ. അമ്പം കളിയാണല്ലോ. വേറെ കാര്യമുണ്ട്. യെസ്, പറയൂ ലിപിൻ. പുള്ളിക്കാരൻ ഐഡിയ പൂർവ്വം വേറൊരു മോഡല് വേണ്ടിയുള്ള പരിപാടി നടന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിലോ പുള്ളിക്കാരന്റെ കളക്ഷൻ ആ നമ്പർ മേടിക്കാട്ടോ. ഇവിടെ ഇരുന്ന് ഇടപഴകി കഴിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി അവിടെ പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മുടെ വായെന്നുള്ള നാവും കൊണ്ട് നമ്മൾ കാര്യങ്ങൾ കരയുന്ന കൊച്ചിനെ പാലുള്ളൂ. അത് പഴയ കാലം മുതൽ അങ്ങനെയാ. അപ്പൊ നമ്മളത് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളായാൽ നമുക്ക് കാര്യങ്ങൾ നടക്കും. അത് തന്നെ അതിന്റെ ഇടയ്ക്ക് ഫോണും കോളും എടുത്തു.